ഹായ്. കഴിഞ്ഞ 64 വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്തു പോരുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 അത് കംപ്ലീറ്റ് ഇനി മാറാനായിട്ട് പോവുകയാണ്. ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോരുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് പോരുന്ന ഒരുപാട് ഫോമുകളുണ്ട്. അതായത് ഇപ്പോൾ ഫോം നമ്പർ 26AS നമ്മളെപ്പോഴും നമ്മുടെ ടാക്സ് ക്രെഡിറ്റിനൊക്കെ വേണ്ടിയിട്ട് നോക്കാറുള്ള ഫോമുകളാണ്. അതുപോലെ തന്നെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്ന ഫോം നമ്പർ 16 അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലൊക്കെ പലപ്പോഴും ഈ TDS ഒക്കെ പിടിക്കാതിരിക്കാനായിട്ട് കൊടുക്കുന്ന ഫോം നമ്പർ 15G 15H നമ്മളെപ്പോഴും പറയാറുള്ള വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള സെക്ഷൻ 80C 80D എന്നൊക്കെ പറയുന്ന സെക്ഷൻസ് ഇതൊന്നും ഇനി തൊട്ട് ഉണ്ടായിരിക്കില്ല എന്നർത്ഥം. കംപ്ലീറ്റ്ലി ഇതെല്ലാം മാറാനായിട്ട് പോവുകയാണ്. ഇൻകം ടാക്സ് ആക്ട് 2025 ഇതൊന്നുമില്ല. മാത്രമല്ല പുതിയ റൂൾസുകൾ ഇൻകം ടാക്സ് ആക്ട് 2026 റൂൾസ് ഡ്രാഫ്റ്റ് റൂൾസുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. വിത്തിൻ ഒരു 2 വീക്സിനുള്ളിലൊക്കെ അത് ഫൈനലൈസ് ചെയ്ത് കഴിയും. ഈ പ്രധാനപ്പെട്ടിട്ടുള്ള ഫോം ചേഞ്ചസ് ഉണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുള്ള 26AS അല്ലാന്നുണ്ടെങ്കിൽ ഫോം 16 15G ഇതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫോമുകൾ എങ്ങനെയാണ് പുതിയ ആക്ടിൽ അല്ലെങ്കിൽ പുതിയ റൂൾസിൽ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ചെറിയൊരു കാര്യം കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ആ ഒരു ഡിസ്കഷനിലേക്ക് പോവാം. നിങ്ങളൊരു ടാക്സ് പ്രാക്ടീഷണറോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻസ് സ്റ്റുഡൻറ്റോ അങ്ങനെയുള്ള ഫീൽഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുതിയൊരു ചേഞ്ച് വരാനായിട്ട് പോവുകയാണ്. നമ്മളുടെ പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ചേഞ്ചസിനെ എത്രയും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നത്. GST വന്നപ്പോഴും നമ്മളിങ്ങനെ ഒരു സംഭവം കണ്ടതാണ്. നേരത്തെ അഡോപ്റ്റ് ചെയ്ത ആളുകൾക്ക് വലിയൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു പുതിയ ആക്ടിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, എങ്ങനെ വളരെ ഈസി ആയിട്ട് ഇൻകം ടാക്സ് ആക്ട് 2025 പഠിക്കാം എന്നതിനെ കുറിച്ച് ഞാനൊരു ലൈവ് സെഷൻസ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 1 മുതൽ 536 വരെയുള്ള ലൈവ് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വീക്കിലി ലൈവ് ക്ലാസ്സസ് ആണ്. മാത്രമല്ല ഇതിൻ്റെ റെക്കോർഡ്സും കൂടി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ AI ബന്ധപ്പെട്ടിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് AI ഫോർ അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കോഴ്സസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രം ബേസിക് ടു അഡ്വാൻസ് വരെയുള്ള എല്ലാ കോഴ്സസും എബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ റിട്ടേൺ ഫയലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ഫയലിംഗ് ആയിട്ട് എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ്സസും നമുക്ക് എബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളുടെ ഈ കോഴ്സിൻ്റെ മെമ്പർഷിപ്പ് ഫീ വരുന്നത് 6000 rupees ആണ്. എന്നാൽ ആദ്യം ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് 500 ആളുകൾക്ക് മാത്രം 2999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മുടെ നമ്പർ ഓൾമോസ്റ്റ് 500ൻ്റെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് 2025 ആക്ട് പഠിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഞാൻ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഫോം ചേഞ്ചിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോംസിൻ്റെ ചേഞ്ചസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഫോം നമ്പർ 26AS ഉണ്ടല്ലോ, അതായത് നമ്മുടെ TDS ക്രെഡിറ്റുകളൊക്കെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഫോം നമ്പർ 26AS ഇനി മുതൽ ഫോം നമ്പർ 168 ആണ്. നമ്മളുടെ TDS സർട്ടിഫിക്കറ്റ് സാലറി എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയുടെ ഫോം നമ്പർ 16 വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫോം നമ്പർ 16 ഇനി മുതൽ 130 ഫോം നമ്പർ 130 ആണ്. ഇനി TDS സർട്ടിഫിക്കറ്റ് അതർ ദാൻ സാലറി ഉണ്ട് നമ്മളുടെ ബാങ്കുകൾ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ അവരൊക്കെ കൊടുക്കുന്ന ഫോം നമ്പർ 16A എന്നുള്ളത് ഇനി മുതൽ 131 ആണ്. ഫോം നമ്പർ 131 ആണ്. ദെൻ നമ്മളെപ്പോഴും ഒരു റിലീഫിനൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ അരിയർ സാലറി ഒക്കെ കിട്ടുമ്പോൾ എപ്പോഴും ആളുകൾ എംപ്ലോയീസൊക്കെ ക്ലെയിം ചെയ്യുന്ന സംഭവമാണ് ഫോം നമ്പർ 10E എന്ന് പറയുന്ന ഫോം. ഇനി മുതൽ ഫോം നമ്പർ 39 എന്നുള്ളൊരു ഫോമിലാണ് ഇത് നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ ഇനി വരുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള 15G 15H എന്നുള്ള ഫോമുകളുണ്ട്. നമ്മൾ ബാങ്കുകളിലൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ ബാക്കി ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ TDS കട്ട് ചെയ്യാതിരിക്കാനായിട്ട് കൊടുക്കുന്ന 2 ഫോമുകൾ. അതായത് സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 15H, സീനിയർ സിറ്റിസൺ അല്ലാന്നുണ്ടെങ്കിൽ 15G. ആ ഫോം ഇനി കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഫോമായിട്ടാണ് വരുന്നത്. ആ ഫോമിൻ്റെ പേര് എന്ന് പറയുന്നത് ഫോം നമ്പർ 121 ആണ്. ദെൻ നമുക്ക് പാൻ ഇല്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ ഉണ്ട്. ബാങ്കുകളിലൊക്കെ പലപ്പോഴും ഒരു 50,000 രൂപയെക്കാട്ടൊക്കെ കൂടുതൽ നമ്മൾ ക്യാഷ് ഒക്കെ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പാൻ ഇല്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ കൊടുക്കണം. ഫോം നമ്പർ 60 എന്നുള്ള ഫോം ഇനി മുതൽ 97 എന്നുള്ളൊരു ഫോമിലേക്കാണ് മാറിയിരിക്കുന്നത്.
പിന്നെ TDS റിട്ടേൺ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 26Q, അതായത് 24Q സാലറീഡ് ആയിട്ടുള്ള ആളുകളുടെ 24Q ഇനി മുതൽ 138 ആണ് ഫോം വരുന്നത്. 26Q 140 ആയിട്ട് മാറി, 27Q 144 ആയിട്ട് മാറി. അപ്പോൾ TDSൻ്റെ ഈ എല്ലാ ഫോമുകളും എല്ലാതും കംപ്ലീറ്റ് ഫോമുകൾ മാറിയേക്കാണ്. ഇനി പഴയ നമ്പറുകൾ ഒന്നുമില്ല എന്നർത്ഥം. നമ്മളുടെ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഫോം നമ്പർ 3CA 3CB 3CD അങ്ങനെ 3 ഫോമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോം 3 എല്ലാം കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇനി മുതൽ ഫോം നമ്പർ 26 എന്നുള്ള ഒരു ഒറ്റ ഫോമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല നമ്മളുടെ പാൻ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 49A 49AA, അതായത് അത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് 93 94 95 96, അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വന്നു എന്ന് പറഞ്ഞത്. അതായത് ഒരു ഇന്ത്യൻ ഇൻഡിവിജ്വൽ സിറ്റിസൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 93 എന്നുള്ളൊരു ഫോമാണ്. ഇനി ഒരു ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ 94 എന്നുള്ള ഫോമാണ്. ഇനി ഫോറിൻ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 95 ആണ്. ദെൻ ഫോറിൻ എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ 96. ഇങ്ങനെ കംപ്ലീറ്റ് പാനിൻ്റെ ഫോമുകൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ദെൻ ഇനി ടാൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് 49B ഫോമുകളുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഗവൺമെൻറ് അല്ലാന്നുണ്ടെങ്കിൽ അതേഴ്സിനുള്ള ഫോമുകൾ, അത് 49B എന്നുള്ളത് 134 135 എന്നുള്ള ഫോമുകളായിട്ട് മാറി. നമ്മൾ DT ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പലപ്പോഴും ഇപ്പോൾ NRIs ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഫോം നമ്പർ 10F ഫയൽ ചെയ്യാറുണ്ട് ഈ ടാക്സ് റിബേറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത് ഇനി 41 എന്നുള്ളൊരു നമ്പറാണ്. ഫോം നമ്പർ 67, അതായത് ഒരു ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഒരു ഫോറിൻ ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഫോം നമ്പർ 67 ഇനി മുതൽ ഫോം നമ്പർ 44 ആണ് എന്നർത്ഥം. ഇനി നമ്മളുടെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ഫോമുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഫോം നമ്പർ 10A ഉണ്ടായിരുന്നു. അതിനി മുതൽ 104 എന്നുള്ളൊരു ഫോമാണ്. 10AB അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് അപ്രൂവൽ ഇനി മുതൽ 105 എന്നുള്ളൊരു ഫോമാണ് വരുന്നത്. 10AC പേര് മാറിയിട്ട് 106 ആയിട്ട് മാറി. അതായത് ഓർഡർ നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്ന 10AC ഇനി മുതൽ 106 ആണ്. ദെൻ 10AD, അതായത് നമ്മുടെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യുന്ന 10AD എന്നുള്ള ഫോം ഇനി മുതൽ 107 എന്നുള്ളൊരു ഫോമിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ അക്യൂമുലേഷൻ ഓഫ് ഫണ്ട് വരുമ്പോൾ ട്രസ്റ്റിൻ്റെ കേസിൽ പലപ്പോഴും ചിലപ്പോൾ അക്യൂമുലേഷൻ ഓഫ് ഫണ്ട് നമ്മൾ ഫോം നമ്പർ 10 വെച്ചിട്ട് ഫയൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുതൽ അത് ഫോം നമ്പർ 109 ആണ് എന്നർത്ഥം. ട്രസ്റ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ 10B അല്ലെങ്കിൽ 10BB ഇനി മുതൽ 112 എന്നുള്ളൊരു ഫോമിലാണ് നമ്മൾ ഇനി ഫയൽ ചെയ്യാനായിട്ടുള്ളത്. അത് കൺസോൾഡേറ്റ് ചെയ്തിട്ട് 10B 10BBയും കൂടി കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒറ്റ ഫോമിലാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡൊണേഷൻസ് റിസീവ്ഡ് ട്രസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ 10BD എന്നുള്ളൊരു ഫോം ഫയൽ ചെയ്യാറുണ്ട്. അത് 113 എന്നുള്ളൊരു ഫോർമാറ്റായിട്ട് മാറിയിട്ടുണ്ട്. 10IA, അതായത് നമ്മളൊരു മെഡിക്കൽ ഒരു ഡിസബിലിറ്റി ഒക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചില സെക്ഷൻ 80 തന്നെ നമ്മൾ DDB അങ്ങനെയൊക്കെയുള്ള പല സെക്ഷനുകളിലും ചിലപ്പോൾ ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോം നമ്പർ 10IA എന്നുള്ളൊരു ഫോം നമ്മൾ മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് നിന്ന് നമ്മളൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ഇനി മുതൽ അത് ഫോം നമ്പർ 30 എന്നുള്ളൊരു ഫോർമാറ്റിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ മാറ്റ് ക്രെഡിറ്റ് നമ്മൾ ക്ലെയിം ചെയ്യാനായിട്ട് 29B എന്നുള്ളൊരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് പലപ്പോഴും. അതിന് ഫോം നമ്പർ 66 നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുന്ന ഫോം നമ്പർ 35, അതായത് CIT അപ്പീലിലേക്ക് ഫയൽ ചെയ്യുന്ന ഫോം ഇനി മുതൽ 35 പകരം 99 എന്നുള്ളൊരു ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ITAT, അതായത് ട്രിബ്യൂണലിലേക്ക് നമ്മൾ ഫയൽ ചെയ്യാറുള്ള ഫോം നമ്പർ 36 അപ്പീൽ ഇനി മുതൽ 115 എന്നുള്ളൊരു ഫോമിലാണ് നമ്മൾ ഫയൽ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ലോവർ ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു ഫോം നമ്പർ 13 ഫയൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുതൽ അത് 128 എന്നുള്ളൊരു ഫോമായിട്ടാണ് മാറുന്നത്. നമ്മൾ ഫോറിൻ റെമിറ്റൻസിനായിട്ട് പലപ്പോഴും യൂസ് ചെയ്യാറുള്ള 15CA 15CB സർട്ടിഫിക്കറ്റുകൾ അത് കംപ്ലീറ്റ് മാറുകയാണ്. അതിൻ്റെ 145 146 എന്നുള്ളൊരു നമ്പറിലേക്കാണ് ഇനി അത് മാറാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 61A 61B നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഫോമുകൾ വരുന്നത് ഫോം നമ്പർ 165 166 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുകൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും. അത്രയധികം, അതായത് ഇനി പഴയതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫോമുകളും ഒരു സെക്ഷനുകളും ഇല്ല എന്നർത്ഥം. കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും ഈ ഏപ്രിൽ മുതൽ മാറുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മാറ്റത്തിനൊപ്പം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങളൊരു പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമുക്ക് ഇൻകം ടാക്സ് ആക്ട് 2025 നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് ക്ലാസ്സസിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാം.